ശാലോം ടിവിയുടെ സ്കൂൾ ടൈം എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങളുടെ സ്കൂളിലെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടുവല്ലോ. ഈ എപ്പിസോഡിൽ നമ്മുടെ സ്കൂളിലെ തുടർ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ബഹുമാനപ്പെട്ട ഫാദർ വർക്കി കുന്നപ്പള്ളി സ്കൂളിന് വേണ്ടി 3 ഏക്കർ സ്ഥലം വാങ്ങുകയും തുടർന്ന് വികാരിയായി വന്ന ബഹുമാനപ്പെട്ട സക്കറിയാസ് കട്ടക്കൽ അച്ഛൻ്റെയും നേതൃത്വത്തിൽ പൊതുപ്രവർത്തകരുമൊക്കെ ചേർന്ന് ഗവൺമെൻറ്റിൽ നിവേദനങ്ങൾ കൊടുത്ത് ഇടപെട്ടതിൻ്റെ ഫലമായി 1964 ബഹുമാനപ്പെട്ട കട്ടക്കൽ സക്കറിയാസ് അച്ഛൻ്റെ സ്വന്തം പേരിൽ ഉദയഗിരിയിൽ LP സ്കൂൾ അനുവദിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവായി. ഗവൺമെൻറ്റിൻ്റെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ വിദ്യാലയം നമ്മൾ വിട്ടുകൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാവർക്കും വളരെ സന്തോഷം പകർന്നു തരുന്ന രീതിയിലാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ബഹുമാനപ്പെട്ട അജേഷ് തുരത്തേലച്ചൻ വളരെ ഭംഗിയായിട്ട് ഇവിടെ സേവനം ചെയ്യുന്നു. PTA പ്രസിഡൻ്റായിട്ട് ശ്രീ ജസ്റ്റിൻ മംഗലത്തിൽ സാറും വളരെ ഭംഗിയായിട്ട് ഇവിടെ സേവനം ചെയ്യുന്നു. നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഈ സ്കൂള് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടുകൂടെ സ്നേഹിക്കുന്ന ഒരു സ്കൂളാണ്. ഇവിടെ ഇതുവരെ ഒരുപാട് നന്മകൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ധാരാളം നന്മകൾ സ്കൂളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് നൃത്ത പരിശീലനം നൽകുന്നത് ജിമ്മി സാറാണ്. നമുക്ക് ജിമ്മി സാറിൻ്റെ നൃത്ത പരിശീലന ക്ലാസ്സിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അതോടുകൂടെ തന്നെ കുട്ടികളെ ശാസ്ത്രീയമായ രീതിയിലുള്ള നൃത്തം അഭ്യസിക്കുക എന്നൊരു ചുമതല കൂടി എനിക്കുണ്ട്. നമുക്കറിയാം, ഈ മലയോര മേഖലയിൽ ടൗൺ ഏരിയയിലെ പോലെ കല പഠിക്കാനുള്ള, പ്രത്യേകിച്ച് നൃത്തം സംഗീതം പഠിക്കാനുള്ള അവസരങ്ങൾ ഈ മലയോര മേഖലയിൽ വളരെ കുറവാണ് കുട്ടികൾക്ക്. അവരുടെ അവസരങ്ങൾ നിഷേധിക്കാതിരിക്കത്തക്ക വിധത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ഈ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഡാൻസ് പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള, പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും നൃത്തം അഭ്യസിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും, താല്പര്യമുള്ള എല്ലാ കുട്ടികളും
നൃത്ത അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഭരതനാട്യം ശൈലിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വലുതാകുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ഉദ്യമത്തിന് തുനിഞ്ഞത്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് നമുക്കറിയാം കലാമേളയിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് ശാസ്ത്രീയമായ നൃത്തം അഭ്യസിച്ചാൽ മാത്രമേ യുവജനോത്സവത്തിലൊക്കെ പോകാൻ കുട്ടികൾക്ക് അതിനുള്ള കഴിവും അതുപോലെ തന്നെ ധൈര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ചെറിയ ക്ലാസ് മുതൽ തന്നെ അവരെ നൃത്തം അഭ്യസിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. എല്ലാ കുട്ടികളും വളരെ താല്പര്യമുള്ളതും അതുപോലെ തന്നെ ഒട്ടേറെ കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഉള്ളിലെ ഈ കഴിവുകളെ ഒന്ന് വളർത്തിയെടുക്കുക എന്നൊരു ഉദ്യമത്തോടു കൂടി മാത്രമാണ് ഇതിവിടെ തുടങ്ങിയിരിക്കുന്നത്. കരുണയും കരുതലുമുള്ള നല്ല അയൽക്കാരനാകാനുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും വിളിയെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല സമരിയാൻ്റെ കഥ നാടോടി നൃത്തരൂപത്തിൽ അവതരിപ്പിച്ച് വേദിയിലെത്തുന്നു 5ാം ക്ലാസ്സിൽ നിന്നും ദിയ പി. കൊല്ലരുതേ പാവമീ പഥികനെ കൊല്ലരുതേ. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരായണി, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരായണി. യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ, യെരുശലേംകാരൻ പാവം യെരുശലേംകാരൻ. പുലരി പൂത്തൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരായണി, വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോ നാരായണി. ദൂരത്തൊരു കുന്നിന്മേൽ ചേലൊത്തൊരു കുടിലിനുള്ളിൽ നാടുന്നൊരു തൊട്ടിൽ കണ്ട് യാത്രയായി, മനസ്സിൽ കൺമണി തൻ കണ്ണിൽ നോക്കി യാത്രയായി. വിടത്താനായി കൺമണിയെ കാണാനായി താരാട്ടും മൂളി താതൻ യാത്രയായി, തനിയെ ഇടവഴിയെ ഭാണ്ഡവുമായി യാത്രയായി. ആരാരും ഇല്ലാ വഴിയിൽ തിര തേടും കഴുകക്കൂട്ടം ആമാടപ്രാവിന് റാഞ്ചാൻ കാത്തു നിന്നു. കള്ളന്മാരഞ്ചു പേരാത്തിയോടാ വഴി പാത്തു നിന്നു, വഴിയിൽ പാത്തു നിന്നു. ഹൃദയം കൊത്തിക്കുടയുന്നു, പ്രാണനായി പിടയുന്നു ആർത്തനായി ആൺപിറാവ്. ചോര വിയർപ്പാക്കി നേടിയതെല്ലാം ആ കള്ളന്മാർ കവർന്നെടുത്തു. ചോര വാർന്ന വഴിയിൽ കിടന്നയാൾ മൃതപ്രായനായി വിജനതയിൽ. ആ വഴി വന്നു പുരോഹിതനെങ്കിലും മറുവഴി തേടി നടന്നു പോയി. പിന്നിലായി വന്നൊരു ലേവായനെങ്കിലും തൻ വഴി നോക്കിയകന്നു പോയി. ബലിവസ്തു നോക്കാതെ ബലിയർപ്പണത്തിനായി പോകുവോരേ നിങ്ങൾ അന്ധരാണോ? വന്നോരും പോയി കണ്ടോരും പോയി, മൂന്നാമനാരോ വരുന്നു മെല്ലെ തൻ കഴുതമേലായി. ശമറായനവൻ ശരവേഗത്തിൽ മുറിവേറ്റ സഹജന്റെ നേരെ നോക്കി താങ്ങി മടിയിലേറ്റി. എണ്ണയാൽ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതപ്പുറത്തേറ്റി നീങ്ങി.
തന്നയൽക്കാരനെ സത്രത്തിലെത്തിച്ചു പരിചരിക്കാൻ പണം നൽകി. മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം. മുറിവേറ്റ ദൈവത്തെ സ്നേഹിക്കുവാൻ ഇനി മുറിവേറ്റ സഹജനെ സ്നേഹിച്ചിടാം. പുലരി പുതൊരു നേരത്ത് കുളിരു വീശണ കാലത്ത് വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോനാരാണേ. വളവളഞ്ഞൊരു വഴിയിലൂടെ തിടുക്കം പോണോനാരാണേ. ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ, ശമരിയക്കാരൻ നല്ല ശമരിയക്കാരൻ. വിവരസാങ്കേതിക വിദ്യയുടെ അന്തസാധ്യതകൾ കുട്ടികൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുകയാണ് IT ലാബിൽ നോഷന ടീച്ചർ. എൻ്റെ പേര് നോഷ്ന. ഞാൻ പ്രത്യാശ UP സ്കൂളിലെ ടീച്ചറാണ്. നമ്മുടെ പ്രത്യാശ UP സ്കൂളിൽ കുട്ടികൾക്ക് സാധാരണ പഠനത്തോടൊപ്പം തന്നെ ITക്കും പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഠനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ITയിൽ മികവ് പുലർത്താനും ഇന്ന് മാറി വരുന്ന ഈ AI കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്നതിനുമൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. എല്ലാ മാസവും അതിനോടനുബന്ധിച്ചുള്ള സെമിനാറുകളും കാര്യങ്ങളും നടക്കുന്നു. ഇവിടെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഉബുണ്ടു ബേസ്ഡ് ആയിട്ടുള്ള ഉബുണ്ടു 22 സോഫ്റ്റ്വെയർ ആണ് ഞങ്ങളിവിടെ ഫോളോ ചെയ്യുന്നത്. കുട്ടികൾക്ക് കൃത്യമായ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും സെമിനാറുകൾ എടുത്തു കൊടുക്കുകയും ചെയ്യുന്നത് വഴി അവർക്ക് ITയോടുള്ള താല്പര്യം കൂടുകയും വിഷയത്തിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഒരുപാട് ജില്ലാതലത്തിലും സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിൽ പോലും ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി സമ്മാനങ്ങൾ നേടി മുൻ വർഷങ്ങളെക്കാൾ അപേക്ഷിച്ച് ഈ വർഷം ഈ സ്കൂൾ വളരെ പുരോഗതി കൈവരിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പറ്റം സാലി ടീച്ചറിൻ്റെ ബഹുമാനപ്പെട്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ബഹുമാനപ്പെട്ട സാലി ടീച്ചറിൻ്റെയും അതോടെ തന്നെ ഫുൾ എല്ലാ പിന്തുണയും നൽകി നമ്മുടെ സ്കൂളിനെ വളർത്തുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂൾ മാനേജർസിനായ സേവ്യർ പുത്തമ്പരികളച്ചൻ്റെയും വലിയൊരു പിന്തുണയും വലിയൊരു സപ്പോർട്ടും ഈ ഇതിന് പിന്നിലുള്ളതുകൊണ്ടുകൂടിയാണെന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും എന്ന ഉൾക്കാഴ്ചയോടെ നാളത്തെ കായിക പ്രതിഭകളെ പരിശീലിപ്പിക്കുകയാണ് ലാൽ സാർ. എൻ്റെ പേര് ലാൽ തോമസ്. ഞാൻ ഉദയഗിരി പ്രത്യാശ UP സ്കൂളിലെ അധ്യാപകനാണ്, പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഒപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുട്ടികൾക്ക് കായിക പരിശീലനവും നൽകി വരുന്നു. നമുക്കറിയാം, മലയോര മേഖലയിലെ കുട്ടികൾ കൂടുതൽ കായികക്ഷമതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സബ് ജില്ലാ കായികമേളയിൽ നമ്മുടെ സ്കൂളിന് ചാമ്പ്യൻഷിപ്പും റണ്ണേഴ്സ് അപ്പുമാകാൻ നിരവധി വർഷങ്ങൾ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ കുട്ടികളുടെ കഠിനമായ അധ്വാനവും മാനേജ്മെൻറ്റിൻ്റെയും PTA പൂർണ്ണമായ സപ്പോർട്ടുമാണ്. നമ്മുടെ കായിക പരിശീലനം ആരംഭിക്കുന്നത് രാവിലെ 7:30 മുതൽ 9:30 വരെയുള്ള സമയത്താണ്. അതുപോലെ തന്നെ വൈകുന്നേരത്ത് 4 മണി മുതൽ 5 മണി വരെയുള്ള സമയത്തും കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. നമ്മുടെ സ്കൂളിൽ നിന്നും കായിക പരിശീലനത്തിൽ മികവ് തെളിച്ചത് കുട്ടികൾ തുടർന്ന് ഹൈസ്കൂളിലും +2 കോളേജ് തലത്തിലും മികച്ച കായിക പ്രതിഭകളായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സ്കൂളിൽ നിന്നും കായിക രംഗത്ത് മികവ് തെളിയിച്ച കുട്ടികൾ ഇന്ന് ഇന്ത്യൻ റെയിൽവേയിലും ആർമിയിലും മറ്റ് വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുമ്പോഴും
മറുവശത്ത് ധാർമ്മിക അധപതനത്തിലേക്ക് കൂപ്പുകുത്തുന്ന ആധുനിക മനുഷ്യന്റെ ഭീകരമുഖം തന്റെ മോണോ ആക്ടിലൂടെ വരച്ചു കാട്ടുകയാണ് സിയ. സാറേ, എന്റെ കുഞ്ഞിനെ കാണുന്നില്ല സാറേ. എന്തേലും ഒന്ന് ചെയ്യണേ സാറേ. ഹോ, ഇപ്പൊ കണ്ട ബംഗാളികളുടെ കേസാ നമ്മൾ എടുക്കണോ? സുജിത്തെ ഒന്ന് പോയി നോക്കണോ? യെസ് സാർ. എന്താടാ വന്ന പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് കയറി കളിച്ചു തുടങ്ങിയോടാ? ഇല്ല സാറേ, വേറെ വഴിയില്ലാത്തോണ്ടാ സാറേ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല സാറേ. ഞങ്ങളുടെ മോളെ കാണുന്നില്ല സാറേ. ഈ പൊട്ടൻ ചക്കൻ ഇവനോട് ചോദിച്ചാ ഇവൻ പറയുമല്ലോ കുട്ടി എവിടെയെന്ന്. പറയടാ. അയ്യോ സാറേ, അവനെ ഒന്നും ചെയ്യല്ലേ. അവന് പെങ്ങെന്ന് വെച്ച ജീവന സാറേ. ഞങ്ങളുടെ പൊന്നുമോള് ഞങ്ങളോട് പറയാതെ പാലകൾ പൂത്തു തുടങ്ങി. പക്ഷേ രാത്രിക്ക് പുറത്തിറങ്ങാൻ യക്ഷയ്ക്ക് വരെ പേടിയാണത്രേ. സമർപ്പണം അളവില്ലാതെ പിച്ച് ചീന്തപ്പെടുന്ന പെൺജന്മങ്ങൾക്ക് ഒരു മെഴുകുതിരി കത്തിത്തീരുന്നിടം വരെ മാത്രം സഹതാപവേഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കുകയില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നോ, ഇവിടെ വാടി. അയ്യോ അച്ഛൻ പോയിട്ട് വരുമ്പോ മോക്കൊരു കോലമിട്ടായി വാങ്ങിക്കൊണ്ട് വരുമോ? എന്നെക്കും അച്ഛൻ്റെ പൊന്നു മക്കൾക്ക് അച്ഛൻ കോലുമിട്ടായി ഒക്കെ വാങ്ങി വരാം. ആ ആലുവ ടൗൺ വരെ ഒന്ന് പോയിട്ട് വരട്ടെ, കേട്ടോ? ഇവിടെ നിൽക്കുവാണോ? നമുക്ക് പോകാം. പൊന്നോ, അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കണം, പഠിക്കണം, കുളിക്കണം. ഭക്ഷണം ചേട്ടൻ എടുത്ത് കൊടുക്കണം, കേട്ടോ? അമ്മ പോവാണേ. സേട്ടാ, അയ്യോ എന്ത് പറ്റി? അച്ഛൻ ഇവിടെ ഇല്ലല്ലോ. അറിയായിരുന്നു. എന്നാലും അങ്കിളുടെ സുന്ദരിക്കുട്ടിക്ക് അങ്കിൾ എന്താന്നറിയോ കൊണ്ടുവന്നിരിക്കുന്നേ? ഹായ് ചോക്ലേറ്റ്. ഇത് മോക്കാണോ? മോക്ക് ഇത് വലിയ ഇഷ്ടാ. താങ്ക് യു. എന്തായി ചെയ്യുന്നേ? മോക്ക് പേടിയാവുന്നു. എന്തിനാ പേടിക്കുന്നേ? അങ്കിളല്ലേ, മോളെ ഒന്നും ചെയ്യില്ല കേട്ടോ. മിണ്ടാതിരിക്കടി. മോക്ക് പേടിയാവുന്നു. മോളെ ഒന്നും ചെയ്യല്ലേ. ചത്തു. പോലീസ് കുപ്പത്തട്ടി. മനുഷ്യ മനസ്സുകളെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു ദാരുണ സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്കിവിടുത്തെ നാട്ടുകാരോട് ചോദിക്കാം. അല്ലേലും അങ്ങനൊക്കെ തന്നെയാ. കണ്ട ബംഗാളികളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ഇതൊക്കെ തന്നെ അവസ്ഥ. എന്താ ഈ പറയണ കുട്ടിയെ, അതും ഏതോ അന്യനാട്ടിൽ നിന്ന് വന്ന കുട്ടിക്കായി കർമ്മങ്ങൾ ചെയ്യേ നടക്കില്ല. എനിക്കും എൻ്റെ ഫോഴ്സിനും കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ക്രിമിനലിനെ ഞങ്ങൾ കണ്ടെത്തി. ഞാനും എൻ്റെ പാർട്ടിയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. എന്നാലും നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. മറികെ നമ്മുടെ മോളെ കിട്ടിയോ? കിട്ടി. നമ്മുടെ മോളെ കിട്ടി. എൻ്റെ കുഞ്ഞ് ഉറങ്ങിക്കോട്ടെ. സ്കൂളിൽ നിന്ന് വന്നല്ലേ, ക്ഷീണമുണ്ടാവും. അവക്ക് തണുക്കുന്നുണ്ടാവും. അതുകൊണ്ടാ പതപ്പുറങ്ങിറങ്ങുന്നത്. എന്റെ പ്രിയരെ, നിങ്ങൾ പറയൂ, ആരാണ് അന്ധൻ? കഥയിലെ പിതാവോ അതോ പൊതുസമൂഹമോ? ആർക്കാണ് മാന്ദ്യം സംഭവിച്ചത്? കഥയിലെ സഹോദരനോ അതോ നമുക്കോ? നന്ദി.
ക്ലാസ് റൂം പഠന പ്രവർത്തനത്തോടൊപ്പം തന്നെ കലാകായിക മത്സരങ്ങളിലും ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ അധ്യാപകർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലായി നടന്ന ജില്ലാ കലോത്സവങ്ങളിൽ നമ്മുടെ കുട്ടികൾ വാരിക്കൂട്ടിയ സമ്മാനങ്ങൾ ചെറുതല്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളും നമ്മുടെ കുട്ടികളുമാണ്. ഊർജ്ജസ്വലരായ വിദ്യാർത്ഥികളാണ് നമ്മുടെ പ്രത്യാശയുടെ സമ്പാദ്യം. മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും സമഗ്രമായി ഉണർത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഈ UP സ്കൂൾ ഇന്ന് നിലകൊള്ളുന്നു. ദൈവവചനമാകുന്ന പുതുതീന് നിറയപ്പെടുമ്പോഴാണ് കുറവുകൾ നിറഞ്ഞ ഓരോ മനുഷ്യജന്മവും ഫലദായകമാകുന്നത് എന്ന് കാനായിലെ യേശുവിൻ്റെ ആദ്യ അത്ഭുതത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഗ്രൂപ്പ് ഡാൻസുമായി വേദിയിലെത്തുന്നു 3ലെയും 4ലെയും കൂട്ടുകാർ. അന്നൊരു നാൾ കല്യാണ വീടൊന്നിൽ ആഘോഷപ്പന്തലൊരുങ്ങുമ്പോൾ നിരനിരയായ ആളുകളെത്തുന്നു. നിരവധി പേർ സമ്മാനങ്ങളുമായി. മധുരങ്ങൾ വിളമ്പിടുമ്പോൾ പെണ്ണുങ്ങൾക്കിടയിൽ ചെവിയോടോതിയിടുന്നു സങ്കടവാർത്തയതാ. മധുരങ്ങൾ വിളമ്പിടുമ്പോൾ പെണ്ണുങ്ങൾക്കിടയിൽ ചെവിയോടോതിയിടുന്നു സങ്കടവാർത്തയതാ. അതു കേട്ടിട്ടുടനെ മറിയം മകനെ അറിയിച്ചു, പച്ചവെള്ളം മധുരമേറും നല്ല വീഞ്ഞായി തീർന്നുവല്ലോ. ആദ്യത്തെ അത്ഭുതമാണല്ലോ. കുറവുകളെ നിറവുകളാക്കിടുവാൻ സ്നേഹിതനായി ക്രൂശിതനുണ്ടല്ലോ. കാനായിൽ അന്നൊരു നാൾ കല്യാണ വീടൊന്നിൽ ആഘോഷപ്പന്തലൊരുങ്ങുമ്പോൾ നിരനിരയായ ആളുകളെത്തുന്നു. നിരവധി പേർ സമ്മാനങ്ങളുമായി.
വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ടായിരുന്നു? ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.